എല്ലാ പ്രവൃത്തികളെയും ഇന്ന് അവിടുത്തെ സ്ഥിതിയിൽ ഇറങ്ങി വെച്ച് എന്റെ ദുഃഖം, എന്റെ വേദനകൾ, നിരാശകൾ ഇവയെല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറയുന്നതിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന. ഒരിക്കലും കൂടി കരങ്ങൾ രണ്ടും തമിഴ്നാട് സ്ഥിതിയിലേക്ക് വിട്ടുപിടിക്കും. ആയിരക്കണക്കിന് ആളുകളിലേക്ക് പുതിയ ആത്മീയ അഭിഷേകം സമ്മാനിച്ച സെഹിയോൻ ധ്യാനം വ്യാഴാഴ്ച സമാപിക്കും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുറവലങ്ങാട് മർത്തമറിയം ഫൊറാന പള്ളിയിൽ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള ധ്യാനം ആരംഭിച്ചത്. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 4:30 ആരംഭിക്കുന്ന വിശുദ്ധ കുർബാനയിലും വചന പ്രഘോഷണത്തിലും ദിവികാരുണ്യ ആരാധനയിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 4:30 വിശുദ്ധ കുർബാനയോടെ അവസാന ദിനത്തെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് വചന പ്രഘോഷണവും ദിവികാരുണ്യ ആരാധനയും നടക്കും. വൈകുന്നേരം 9:00 തിരുക്കർമ്മങ്ങൾ സമാപിക്കുന്നത്. ദൂരസ്ഥലങ്ങളിലടക്കം ഒട്ടേറെ പേരാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ പേർ രോഗശാന്തി നേടി പരിശുദ്ധാത്മാവിന് നന്ദി അർപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസങ്ങളിലും എത്തുന്നതും കാണാമായിരുന്നു. അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുറവലങ്ങാട് മർത്തമറിയം ഫൊറാന പള്ളിയിൽ ലക്ഷ്യമിടുന്ന വലിയ ധ്യാനത്തിന് മുന്നോടി എന്നോണമാണ് ഫാദർ സാംസൺ മണ്ണൂരാന്റെ നേതൃത്വത്തിൽ ധ്യാനം ക്രമീകരിച്ചത്. ഫാദർ സേവ്യർ ഖാൻ വട്ടായലിന്റെ നേതൃത്വത്തിലാണ് കുറവലങ്ങാട് മർത്തമറിയം ഫൊറാന ഇടവകയിൽ വലിയ ധ്യാനം ലക്ഷ്യമിടുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അനുഭവ സാക്ഷ്യവുമായി പുത്തൻ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും വിശ്വാസപ്രഭയിൽ തിളങ്ങുമ്പോഴും ഇടവക നേതൃത്വത്തിന് ഏറെ സന്തോഷിക്കുവാനുള്ള അവസരവും ലഭ്യമാകുന്നുണ്ട്.